നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ട ഫീല് അതാണ് സതോഷി യാഗിസാവയുടെ ഡേയ്സ് അറ്റ് മൊറീസാക്കി ബുക്ക് ഷോപ്പ് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ വായനയിലോട്ട് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ കാരണം വലിയ വലിയ പുസ്തകങ്ങളൊന്നും വായിക്കാൻ സമയം കിട്ടാത്ത ആളാണെങ്കിലും നിങ്ങൾക്കൊക്കെയുള്ള ഒരു പെർഫെക്റ്റ് സജഷൻ ആണ് ഡേയ്സ് അറ്റ് ദി മൊറീസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറയുന്നത്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബുക്കാണ്, ഭയങ്കര ഷോർട്ടാണ്, ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര എളുപ്പമുള്ള ലാംഗ്വേജ് ആണ്. ജസ്റ്റ് ഒരു 150 പേജസ് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒരുപാട് വലിയ വലിയ ഡ്രാമയോ ഒരുപാട് വലിയ പ്ലോട്ട് ട്വിസ്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു പുസ്തകം, ഒരു സിമ്പിൾ ക്യൂട്ട് നോവൽ. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഓരോ പേജ് നമ്മളിങ്ങനെ മറിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. ആ പുസ്തകം വായിച്ചു തീരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു കുളിർമ ഉണ്ടാവും. അങ്ങനെ ഒരു പുസ്തകമാണ് ദ ഡേയ്സ് അറ്റ് ദി മൊറീസാക്കി ബുക്ക് ഷോപ്പ്. ഇനി ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും ഒരു മെനയാവത്തില്ല, നമുക്ക് ഇതിനൊക്കെ പുറത്ത് കടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ഇത്. അൺഎക്സ്പെക്ടഡ് മൊമെന്റ്സ് ലൈഫിൽ വരുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാം എന്നൊക്കെ ഈ പുസ്തകം നല്ല മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ലൈഫ് ലെസൺസ് ഈ ഒരു കുഞ്ഞു ബുക്കിനകത്തുണ്ട്. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും, നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളും ആൾക്കാരും ഒക്കെ ആയിരിക്കും നമ്മളെ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ റീഡിംഗ് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇഫ് യു റിയലി ലവ് റീഡിംഗ്, ഈ പുസ്തകം നിങ്ങൾക്കുള്ള ഒരു ലവ് ലെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമാണ് ഇതിനകത്ത് റീഡിങ്ങിനെ പറ്റി പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വരണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള കംബാക്ക് ആയിരിക്കും മനസ്സിൽ ഇമാജിൻ ചെയ്യുക. പക്ഷെ കംബാക്കുകൾ ഒരിക്കലും ഭയങ്കര ലൗഡ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊക്കെ ഭയങ്കര സിമ്പിളും സ്വീറ്റും സൈലന്റും ആയിരുന്നാലും കംബാക്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ, എപ്പോഴും ലൈഫ് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടും ലൈഫിൽ ഒരുപാട് ഫെയിം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വായിക്കാൻ കുറച്ച് നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ, വൈകിട്ട് പോയി കുടിക്കാൻ നല്ലൊരു ചൂട് കോഫി ഉണ്ടെങ്കിൽ, ഈ കോഫി കുടിക്കുമ്പോൾ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ ഒരാളും ഉണ്ടെങ്കിൽ അതൊക്കെ മതി നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ഇരുത്താൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പേജ് മറിക്കുമ്പോഴും ഒരു പുഞ്ചിരിയോടെ വായിക്കാൻ പറ്റുന്ന, ഒരു വായിച്ചു തീർക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു സന്തോഷം തോന്നുന്ന ഒരു കുഞ്ഞു ബുക്ക് വായിച്ച് നിങ്ങൾക്ക് തീർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡേയ്സ് അറ്റ് ദ മൊറീസാക്കി ബുക്ക് ഷോപ്പ് നിങ്ങൾക്ക് എന്തായാലും വായിച്ചു നോക്കാവുന്നതാണ്.